കിട്ടി രശ്മിനെ പൊതിരെന്ന് പറഞ്ഞ പോരാ, നല്ല കടുത്ത താക്കി തന്നെ കിട്ടി. ശരിക്കും ബിഗ് ബോസിൻ്റെ ഭാഷയിൽ തന്നെ നല്ലോണം കിട്ടി രശ്മിൻ എന്ന് പറയാം. രശ്മിന് എന്തിൻ്റെ കുഴപ്പമാണെന്നറിയില്ല. എന്തോ ഒരു വലിയ ആൾ പറയുന്ന പോലെ ഞാനാണ് എല്ലാം, എനിക്കെല്ലാം അറിയാം, ഞാൻ അവർക്ക് പോയാൽ ഞാൻ തന്നെ ഉള്ളൂ, എന്തൊക്കെ വരുന്ന ഭാവം. അവിടെ വന്നിട്ട് ജാസ്മിനായിട്ട് ലാസ്റ്റ് നേരത്തെ പറയാം, ഒന്നല്ല രണ്ടല്ല എത്ര പ്രാവശ്യം ഈ രശ്മിൻ പുറത്ത് പോയി വന്ന ആളാണ്. അപ്പോൾ എത്ര പ്രാവശ്യം ബിഗ് ബോസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയ ആളാണ് ഈ രശ്മിൻ. എന്നിട്ട് പോലും ഇവിടെ വന്നിട്ട് ജാസ്മിൻ്റെ ആളാണല്ലോ, അപ്പോൾ ജാസ്മിൻ്റെ ആളായ കാരണം രശ്മിൻ ഒന്നും പറയില്ല. അതായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക. എല്ലാ കാര്യങ്ങളും ഹിൻറ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ജാസ്മിക്ക് തുള്ളിച്ചാടുകയായിരുന്നു. എന്താണ് എന്തിനാ നെഗറ്റിവിറ്റി പറഞ്ഞത്? ആ കുട്ടിക്ക് പുറത്ത് കംപ്ലീറ്റ് നെഗറ്റീവാണ്, എല്ലാ കാര്യം തകർന്ന് മറിഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് രശ്മിൻ്റെ ഒരു ഉണ്ടാക്കൽ അവിടെ. അപ്പോൾ ബിഗ് ബോസിന് സഹി കെട്ട് ലാസ്റ്റ് ബിഗ് ബോസ് എത്ര കമൻസ് ഈ ഹോട്ട്സ്റ്റാറിന് തന്നെ ലൈവ് ചാറ്റിൽ ലൈവ് ഷോയിൽ കാണണം. ഹോട്ട്സ്റ്റാറിൻ്റെ BB6 എന്തുമാത്രം തെറിയാണ് വരുന്നത്, എത്രയാ നെഗറ്റീവ് കമൻസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഐ തിങ്ക് ബിഗ് ബോസ് കാണുന്നുണ്ടാവും. അപ്പോൾ ബിഗ് ബോസ് അതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് രശ്മിനെ വിളിച്ച് കൺഫെഷൻ റൂമിൽ വിളിച്ച് ശരിക്കും താക്കീത് കൊടുക്കാൻ നല്ലോണം കിട്ടി. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ ശരിക്കും ബിഗ് ബോസിൻ്റെ കടുത്ത ഭാഷയിൽ തന്നെ പറഞ്ഞത്. അതിന് മുഖത്ത് നല്ലോണം കിട്ടി, എന്നിട്ട് പുറത്തൊന്നും അറിയാതെ പോലെ നടക്കണേന്ന് അതിനൊരു വാണിംഗ് കൊടുത്തു. ഇനി ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കടുത്ത തീരുമാനം എടുക്കേണ്ടതായിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ അപ്പം തന്നെ ഷോന്ന് ഔട്ടാക്കി, എന്നിട്ട് ഡയറക്ടർ ഫിനാലേക്ക് അവിടെ സ്റ്റേജിലേക്ക് വന്നാൽ മതി. ഇങ്ങനത്തെ ആൾക്കാർ വിളിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ അവിടെ വെറുപ്പിക്കൽ വേറെ ഒന്നും കൂടി ഉണ്ട്. ആ ഷെയ്ത്തോടെ എന്താ കാണിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഒരു ടാസ്ക് പോലും ചെയ്യാൻ വിടാതെ ഇവരൊക്കെ എന്തിനാണ് ഇവിടെ വരുന്നത്, ഇത് പറയാനാണ് ഇവിടെ വരുന്നത്. അത് ഓൾറെഡി 4-5 സെക്കൻഡ് പുറത്ത് പോകാനുള്ള ആൾക്കാരാണ്. ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ പറഞ്ഞത് അപ്പോൾ രശ്മിൻ പറയാം, ഞാൻ സോറി ബിഗ് ബോസ്, ഞാൻ മോട്ടിവേഷൻ കൊടുത്താണ്, ഒന്ന് അവൾ ഡൗൺ ആയിരിക്കുകയല്ലേ, ഞാൻ അവളെ മോട്ടിവേഷൻ കൊടുത്തായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് വേണം, അത് മോട്ടിവേഷൻ അല്ല, അത് ഹിൻറ്റ് കൊടുക്കുന്നതാണ് അതിനെ പറയുക. പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റായിട്ട് അറിയാമല്ലോ, ഇതിനെ പറയാം ഹിൻറ്റ് കൊടുക്കുന്നതാണ് പറയാം. അതിനാണോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതറിയാമല്ലോ പറയാൻ പാടില്ല എന്നുള്ളത് എന്ന് കടുത്തതാകിയത് തന്നെ കൊടുത്തു. ശരിക്കും എവിടെ കൊടുക്കണം അവിടെ കൊടുത്തു. അങ്ങനെ വേണം ബിഗ് ബോസ്. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ആക്ച്വലി വന്ന കയറിയ പാടെ തന്നെ ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ സ്ട്രിക്റ്റായി പറയണമായിരുന്നു. ഈ ഷോയിൽ നിന്ന് ഇപ്പോൾ പുറത്ത് പോവുക, ഡയറക്റ്റ് അവിടെ ഫിനാലേക്ക് വന്നാൽ മതി എന്ന്. അപ്പോൾ അങ്ങനെ നാറിയിരിക്കുകയാണ് ഗൈസ് റശ്മിൻ. നിക്കർ ബൈ തന്നെ. ആദ്യം തൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റി അത് ക്ലിയർ ചെയ്യും, എന്നിട്ട് അവനെ പുറമെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ.